അമ്മേ അമ്മേ ദാ വരുന്നു. എന്താ നീ നോക്കുന്നേ? എന്റെ ഫോൺ കാണുന്നില്ലമ്മേ. എന്നും ഇങ്ങനെ തന്നെയാ. എവിടെയെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കും, എന്നിട്ട് കാണുന്നില്ല എന്നും പറഞ്ഞ് തപ്പി നടക്കും. ദാ പിടിക്കേ. ഓ താങ്ക് യു അമ്മേ. ആ പിന്നെ ആ വിവേകന്റെ അമ്മ വിളിച്ചിരുന്നു. കല്യാണം ഇനി നീട്ടിക്കൊണ്ട് പോരെന്നാ അവര് പറയുന്നേ. കുറച്ച് കഴിയട്ടെ അമ്മേ. ഇപ്പൊ ഞാൻ ആ മർഡർ കേസിന്റെ അന്വേഷണത്തിന്റെ പിന്നിലാ. അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം. വയസ്സ് എത്രയായെന്നാ നിന്റെ വിചാരം? ഈ ചിങ്ങത്തിലെ 30 തികയും. ഇപ്പം നോക്കിയില്ലെങ്കിലേ പിന്നെ ചെക്കന്മാരെ കിട്ടാൻ വലിയ പാടാ. വിവേകിനെ എനിക്കിഷ്ടാ. ഞങ്ങള് വീഡിയോ കോളിൽ ഒരുപാട് നേരം സംസാരിച്ചു. ഉടനെ നേരിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച ലണ്ടനിൽ നിന്ന് ലാൻഡ് ചെയ്യുന്നാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ സമയം പോയത് അറിഞ്ഞില്ല. SP യുമായി മീറ്റിംഗ് ഉള്ളതാ. ഇറങ്ങട്ടെ അമ്മേ. മാർട്ടിന്റെയും അഡ്വക്കേറ്റിന്റെയും കാർ പരിശോധിച്ചാലും തെളിവൊന്നും കിട്ടിയിട്ടില്ല സാർ. മാർട്ടിൻ പിടിച്ച പ്രതികൾക്ക് ആർക്കെങ്കിലും അഡ്വക്കേറ്റ് ശിക്ഷ വാങ്ങി കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. യെസ് കറക്റ്റ്. ഇരുവരുടെയും മൊബൈൽ ഹിസ്റ്ററി പരിശോധിച്ചപ്പോ ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. അഡ്വക്കേറ്റിന് കുഴപ്പമില്ല സാർ, പക്ഷെ മാർട്ടിൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി വളരെ മോശമാണ്. ഇതൊരു സൈക്കോ ക്രൈം മർഡറായി തോന്നുന്നില്ലേ സാർ? ഈ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന എന്തോ ഉണ്ടെന്ന് സംശയം. ചിലപ്പോൾ അഡ്വക്കേറ്റ് സമൂഹത്തിന് മുമ്പിൽ അണിഞ്ഞിരിക്കുന്ന മാന്യതയുടെ മുഖംമൂടി ഒരു കപട മുഖംമൂടിയാണെങ്കിലോ? എന്തായാലും രാത്രികാല പെട്രോളിംഗ് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെ കണ്ടുവെട്ടിച്ച് ഇനിയൊരു കൊലപാതകം കൂടി നടന്നാൽ നമ്മളെല്ലാവരും ഈ സ്ഥാനങ്ങളിൽ നിന്ന് തന്നെ തെറിക്കും. പുതിയൊരു ടീമിനെ കേസന്വേഷണം ഏൽപ്പിക്കണമെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നമ്മൾ ഓരോരുത്തരും അലർട്ടായിരിക്കണം. സാർ, ഹായ്. ഹായ്. തന്നെ യൂണിഫോമിൽ നേരിട്ടൊന്ന് കാണാന്നാ വിചാരിച്ചിരുന്നത്. എന്താ ഈ വേഷത്തില്? നമ്മൾ ആദ്യമായി നേരിട്ട് കാണുന്നതല്ലേ, അതും കോഫി ഷോപ്പിൽ. അപ്പോൾ യൂണിഫോം വേണ്ടെന്ന് വിചാരിച്ചു. ആ അത് ശരിയാ. യൂണിഫോമിൽ വന്ന മറ്റുള്ളവർ കാണുമ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്ന SI ആന്ന് വിചാരിക്കും. തനിക്കെന്താ വേണ്ടത്? വിവേക് ഓർഡർ ചെയ്തോളൂ. 2 ഗ്രേപ്പ് ജ്യൂസും 2 ചിക്കൻ സാൻഡ്വിച്ചും. ശരി സാർ. എനിക്കിഷ്ടായിട്ടോ. എന്ത്? ഇളത്തിന്. അടുത്ത ആഴ്ച തിരിച്ചു പോകാനാ ഞാൻ വന്നത്. ഇനി എന്തായാലും തന്നെ കൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ. എനിക്കിപ്പോ വരാൻ പറ്റില്ല. എന്റെ പ്രൊഫഷൻ അറിയാലോ. ഇപ്പോഴാണെങ്കിൽ വിവാദമായൊരു മർഡർ കേസിന്റെ പുറകിലും കൂടിയാ. ലീവ് എടുക്കാൻ പറ്റില്ല. എനിക്കറിയാടോ. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും 6 മാസം കഴിഞ്ഞ് ഞാൻ വരും. ആ സമയത്ത് താൻ എന്തായാലും 2 മാസം ലീവ് എടുക്കണം.
സാർ ബിൽ. ഈ പെൻഡ്രൈവ് ഇവിടെ എങ്ങനെ വന്നു? ഇതാരെവിടെ കൊണ്ടുവന്ന് വെച്ചത്? അറിയില്ല മാഡം, നിങ്ങളിവിടെ ഉള്ളപ്പോൾ പറുത ഇട്ടൊരു സ്ത്രീ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ വാഷ്റൂമിൽ പോയപ്പം അവർ പോവുകയും ചെയ്തു. അവരുടെ ആയിരിക്കും ഇത്. വിവേക്, ഒരു മിനിറ്റ്. ഞാൻ നോർത്ത് സ്റ്റേഷനിലെ എസ് ഐ ശ്രീജിയാണ്. എനിക്ക് നിങ്ങളുടെ CCTV ഒന്ന് പരിശോധിക്കണം. നോക്കിക്കോ മാഡം. Sir, may I? യെസ്, കമ്മിങ്. Sir, pen drive. വരൂ. സാർ, ഇവന്മാർ നമ്മളെയൊക്കെ പട്ടം കളിപ്പിക്കുകയാണല്ലോ. സത്യത്തിൽ നമ്മൾ അവരുടെ പുറകെയല്ല, അവർ നമ്മളുടെ പുറകെയാണ് സാർ. ആ വീഡിയോയിൽ ഇപ്പൊ നമ്മൾ 3 പേരെയാണ് കണ്ടത്. അപ്പൊ ഈ സംഘത്തിൽ 4 പേരാണ് ഉള്ളത്, വീഡിയോ എടുത്തയാൾ ഉൾപ്പെടെ. അതെ സാർ, അവർ 4 പേരുണ്ട് ഈ സംഘത്തിൽ. ഹലോ. മാഡം, ഞാൻ കോഫി ഷോപ്പ് എന്നാ. പറയൂ. ഓട്ടോയിൽ കയറി പോകുമ്പോൾ അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആണോ? അപ്പൊ അവരുടെ മുഖം CCTV കാണാം മാഡം. ഓക്കെ, ഞാനിപ്പോ വരാം. സർ, ആ പർദ്ദയിട്ട സ്ത്രീയുടെ മുഖം CCTV കാണുന്നുണ്ട്. ഞാനൊന്ന് പോയി നോക്കിയാലോ? യെസ്, യു ക്യാരി ഓൺ. ശിവ, ജോയിൻ വിത്ത് ഹർ. ഇതൊന്ന് കോപ്പി ചെയ്തോളൂ. ആ ചെയ്യാം. ഈ സ്ത്രീയുടെ മുഖം നമ്മൾ തിരിച്ചറിഞ്ഞു എന്നുള്ളത് പബ്ലിക്കിനെ അറിയിക്കണ്ട. നമ്മളെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് മാത്രം അയച്ചു കൊടുക്കുക. രഹസ്യമായി വേണം അന്വേഷണം നടത്താൻ. നമ്മൾ തിരിച്ചറിഞ്ഞു എന്നവർ മനസ്സിലാക്കിയാൽ
ഒരുപക്ഷെ അവർ ഈ സിറ്റി വിട്ട് തന്നെ പോയേക്കാം, അല്ലെങ്കിൽ അവരുടെ രൂപത്തിൽ തന്നെ മാറ്റം വരുത്തിയേക്കാം. ആ കോഫി ഷോപ്പുകാരനെ വിളിച്ചറിയിക്കണം സർ. അയാൾക്ക് ഇത് ഏത് കേസാന്ന് പോലും മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുമില്ല സർ.